മൂപ്പന്മാരും മലപ്പുറം ജില്ലയിലാണ് ഭയങ്കര ആഘോഷം ഉണ്ടായത്. ഒരാൾ പറഞ്ഞു ഇവർക്കൊന്നും ഹൈന്ദവ സഹോദരന്മാർക്കൊന്നും കിട്ടിയില്ല ഈ സെറ്റുകാരി ഇതൊക്കെ പടക്കപ്പാടം മാപ്പിളനെ കൊണ്ടായിട്ട് ഓൽക്കുള്ളത് കഴിഞ്ഞു അവർക്ക് കിട്ടിയില്ല. ശരിക്കും എന്റെ അവകാശികൾക്ക് കഴിയാതെ ദുൽമ. അപ്പോൾ ഇൻഷാ അല്ലാ അതൊക്കെ പറയാം, നല്ല മൃദുലമായിട്ട് പറഞ്ഞു കൊടുക്കണം, വളരെ സ്നേഹത്തിൽ പറഞ്ഞു കൊടുക്കുക. നമ്മളിപ്പോൾ ഈ മാർഗത്തിൽ അല്ലെങ്കിൽ നമ്മളൊക്കെ മുമ്പിലുണ്ടോ, ഞാൻ മുമ്പിലുണ്ടോ തന്നെ, ഞാൻ ഈ മേഖലയിലൊക്കെ ആയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ എന്താ നാട് തീർച്ചയായും കണ്ടൊക്കെ ചോദിക്കണം എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ വളരെയധികം അനർത്ഥങ്ങളും സംഗതി അതാണ്. ഹിന്ദുക്കൾക്ക് സാരി കിട്ടാലാണ്, സെറ്റ് സാരി കിട്ടാലാണ്, ആ സങ്കടം ഉണ്ട് ഉസ്താദിനെ. പക്ഷേ നിങ്ങൾ വിചാറുണ്ട് അതൊക്കെ കച്ചവടക്കാർ അതിനനുസരിച്ച് കൊണ്ടുവച്ചോളൂ. അപ്പൊ നിങ്ങൾ ഉസ്താദങ്ങൾ ആലോചിച്ച് നോക്കി, എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇതിന് നിൽക്കുന്നത്, ഇങ്ങനെ ആഘോഷിക്കാൻ മുസ്ലിം പെൺകുട്ടികൾ നിൽക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു ഞാനും ഈ മാർഗത്തിൽ അല്ലെങ്കിൽ ഞാൻ ഇതിനൊക്കെ മുന്നിലുണ്ടാവുന്നത്. കാരണം എന്താ? ആ മുന്നിലുണ്ടാകാൻ കാരണം ഇത് മനുഷ്യന്മാർക്ക് സന്തോഷം തരുന്ന ഒരു സാധനമാണ്. ഇന്ന് നിങ്ങൾ ഇസ്ലാമിനെ എടുത്തു നോക്കി, ഇസ്ലാം പറഞ്ഞ ഒരു ഡ്രൈവ് മതമാണ്. അതായത് പെണ്ണുങ്ങളെ സംബന്ധിച്ച് അവിടെ ഒരു ആഘോഷമില്ല. അവർക്ക് ഇതേപോലെ ഒന്ന് പുറത്തിറങ്ങാനോ ആഘോഷിക്കാനോ ഇസ്ലാമിൽ പറ്റാത്തതുകൊണ്ടാണ് മുസ്ലിം പെൺകുട്ടികൾ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുമ്പോൾ ഈ ആഘോഷത്തിന് ചേരുന്നത്. അപ്പോൾ ഓൽക്കത് ഇഷ്ടമുണ്ട്, ഓലെ സന്തോഷിക്കാൻ വേണ്ടിയിട്ടോ, അല്ലെ ഓല അതിൽ ശിർക്ക് കണ്ടിട്ടോ, വാമനമൂർത്തിനെ ആരാധിച്ചിട്ടോ, വാമനമൂർത്തി ഉണ്ടെന്ന് വിചാരിച്ചിട്ടോ, വാമനമൂർത്തിനെ പ്രാർത്ഥിച്ചിട്ടോ അല്ല ഇത് ചെയ്യുന്നത്. മറിച്ച് എന്താ, ഇതിലൊരു ആഘോഷത്തിൽ ഒരു സന്തോഷമുണ്ട്. മനുഷ്യന്മാർ സന്തോഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരാ. നിങ്ങളെ ദീനിലെ ആ ഒരു സന്തോഷം പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിങ്ങൾ നബിദിനത്തിന് ആഘോഷിക്കും, നബിദിനത്തിന്റെ റൂട്ടും കൂടെ ഇങ്ങനെ ദഫ് മുട്ടിക്കാണ്ട് ആൺകുട്ടികൾ ദഫ് മുട്ടി പാട്ടിയാടി പോകുമ്പോൾ ആ ആൺകുട്ടികൾ സന്തോഷിക്കണ്ടേ? അതിലൊരു പെൺകുട്ടിക്ക് ഒരു ചാൻസ് ഉണ്ടാ? ആ പെൺകുട്ടിക്ക് ഒരു ചാൻസ് ഇല്ല. ഞാൻ കഴിഞ്ഞല്ല അതിന് മുന്നത്തെ ഒരു വീഡിയോ കണ്ടിരുന്നത്, ഒരു പെൺകുട്ടി ആൺകുട്ടികൾ നിബിദിനത്തിന് ഇങ്ങനെ കൂട്ടുമ്പോൾ കൂടെ ഡാൻസ് കളിച്ച് പോകുമ്പോൾ ഒരു പെൺകുട്ടി അതിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഡാൻസ് കളിച്ച് അതിന്റെ പൂതി തീർക്കണേ. ആ പൂതി എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ പറഞ്ഞില്ല നിങ്ങൾ ഈ മാർഗത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഉണ്ടാവുന്നത്. കാരണം എന്താ, നിങ്ങൾക്കും ആ പൂതിന്റെ ഇക്കും ആ പൂതിന്റെ സന്തോഷിക്കാൻ ആർക്കും ഇഷ്ടമില്ലാത്ത. അപ്പൊ ഈ മനുഷ്യന്മാരെ സന്തോഷത്തിന് വിലങ്ങ് തരിയിടുന്ന ദീന്, അതിന് ഏത് ദീനാണെങ്കിലും ആൾക്കാർക്ക് പറ്റൂല. നിങ്ങൾ എത്ര വീർപ്പിച്ചാലും ആൾക്കാർ അതിനൊക്കെ മാറി നിൽക്കും. കാരണം എന്താ, ആൾക്കാർക്ക് അതൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ്. ആൾക്കാർ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഇതിപ്പോ ഈ മുസ്ലിം പെൺകുട്ടികളെ സംബന്ധിച്ച് ഈമാൻ കൊണ്ട് സാരി ഇട്ട് ഉടുക്കാനും വയ്യ, പൂതി കൊണ്ട് സാരി ഉടുക്കാതിരിക്കാനും വയ്യ എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ഓല ആ ഈമാൻ തുമ്മിയ തീർക്കുന്ന മൂക്കാണ് ഞാൻ പോട്ടെ എന്ന് വിചാരിക്കും. അപ്പൊ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ എന്താ, ആ ബേജാറൊക്കെ മാറ്റിയാണ്ട് ഈമാന്റെ ഭാഗമായിട്ട് മാറ്റിയേക്കുക. ഈ ആഘോഷിച്ചോട്ടെ. പെൺകുട്ടികളെ സംബന്ധിച്ച് ആഘോഷിക്കാനുള്ള ഒരു അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഓല എങ്ങനെയെങ്കിലും ആഘോഷിക്കുമ്പോൾ അയിമ കയറുന്ന ബേജാറായിട്ട് കാര്യമില്ല, അത് ആഘോഷിച്ചു പോകും. ആഘോഷം ഇഷ്ടമില്ലാത്ത ആരുമില്ല. ഇതിപ്പോ ഹിന്ദുക്കൾ വരെ ഈ വാമനമൂർത്തി ഉണ്ടെന്ന് വിചാരിച്ചിട്ടോ, മറ്റേ വാമന അവതാരം ഉണ്ടെന്ന് വിചാരിച്ചിട്ടോ, മഹാബലി ഉണ്ടെന്ന് വിചാരിച്ചിട്ടോ ഒന്നല്ല. ഇതൊക്കെ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ആഘോഷിക്കാനുള്ള പൂതിക്കാണ് എല്ലാവരും ആഘോഷിക്കുന്നത്. അല്ലാതെ ഈ സ്കൂളിൽ പൂക്കളിടുമ്പോൾ വാമനമൂർത്തിനെ മനസ്സ് വിചാരിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന എത്ര ആൾക്കാരുണ്ടാവും. അതിലൊന്നും നിങ്ങൾ ശരിക്കും കാണാൻ നിൽക്കണ്ടാന്നേ. അപ്പൊ ഈ പ്രശ്നം തീരും. അതൊരു ആഘോഷമായിട്ട് എടുക്കുക. സന്തോഷിക്കട്ടെ, മനുഷ്യന്മാർ സന്തോഷിക്കട്ടെ, പെൺകുട്ടികൾ സന്തോഷിക്കട്ടെ, ആൺകുട്ടികൾ സന്തോഷിക്കട്ടെ. ഈ ജീവിതത്തിൽ അതല്ല ഏറ്റവും വലുത്. ആൾക്കാർ സന്തോഷിക്കുമ്പോൾ കിടന്നുകാണ്ട് ഇടങ്ങേറാവുന്ന ഒരു പടച്ചോണ്ടെങ്കിൽ ആ പടച്ചോനൊരു പടച്ചോനാണോ പടച്ചോനെന്ന് ചോദിച്ചു പോലും നമ്മള്. അപ്പൊ ആൾക്കാർ സന്തോഷിക്കണമൊക്കെ ഇനി ഒരു പടച്ചോണ്ടെങ്കിൽ ആ പടച്ചോന് ഇഷ്ടാവും. പോലും നമ്മൾ തീർത്തോളും. നിങ്ങൾ ബേജാറാണ്ടാന്ന് എനിക്ക് പറയാനുള്ളത്.